സ്വദേശി റിജു ആനന്ദ് പിടിയിലാക്കി അല്പസമയത്തിനകം ഇയാൾ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. വീട്ടിൽ നിന്നാണ് ഇയാളുടെ 10 ലക്ഷം രൂപ കണ്ടെടുത്തത്. വീടിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ കാണിക്കാമെന്ന് കരുതുകയാണ്. ഇയാൾ വീട്ടിൽ തന്നെയാണ്. വീട്ടിലിപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് കവർച്ചാ കേസിലെ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വളരെ സമർത്ഥമായി അയാൾ പ്രൊഫഷണൽ അല്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെയായിരുന്നു. നേരത്തെ ഇയാളൊരു പ്രൊഫഷണൽ മോഷ്ടാവല്ല എന്ന രീതിയിൽ പോലീസ് ചില വിവരങ്ങൾ പുറത്തേക്ക് പറഞ്ഞിരുന്നു എന്നാണ് സൂചന. അത് എന്തുകൊണ്ടാണ്? ഇതാണ് റിജു ആനന്ദ് വീട് അത്യാവശ്യം ഗംഭീരമായ വീടൊക്കെയാണ്. അപ്പോൾ അത് ഒരു രമ്യഹർമ്മം എന്നൊക്കെ പറയാവുന്ന വീടാണ്. ഈ വീട്ടുകാരനാണ് എന്തോ കടം വീട്ടാൻ വേണ്ടി 15 ലക്ഷം രൂപ ബാങ്കിൽ കയറി മുട്ടിച്ചതെന്നൊക്കെ പറയുന്നത് കുറച്ചൊരു അവിശ്വസനീയമായി തോന്നുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു പാവപ്പെട്ടവനല്ല എന്നുള്ളത് ഈ വീട് കണ്ടാൽ തന്നെ ഉറപ്പായും അറിയും. വലിയ വീടാണ്. ഈ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ഇയാളെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ വീട്ടിൽ തന്നെ ഇപ്പോൾ പോലീസ് ഉള്ളത്. വീടിനകത്ത് ഈ റിജു ആനന്ദ് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തിനാണ് ഇയാൾ ഈ 15 ലക്ഷം രൂപ 47 ലക്ഷം രൂപയിൽ നിന്ന് 15 ലക്ഷം രൂപ മാത്രം അടിച്ചുമാറിയ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇയാൾക്ക് ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയാണിത് ഇത്ര വേഗം സാധ്യമായത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ അവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൂരജ് സജിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സൂരജ് കേൾക്കാമെങ്കിൽ അയാളുടെ വീടൊരു അന്യായ വീടാണ്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സമ്പന്നനാണ് റിജു ആനന്ദ് അല്ലേ? അഷ്മി, അതാണ് ആ വീടും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്യാവശ്യം സമ്പന്നനായിരുന്നു ഈ റിജു ആന്റണി എന്നുള്ളതാണ്. പക്ഷേ ഈ റിജു ആന്റണി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് തനിക്ക് വലിയ കടബാധ്യതയുണ്ടായിരുന്നു. ഈ കടബാധ്യതയെ തുടർന്നാണ് ഈ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഈ 15 ലക്ഷം രൂപ മോഷ്ടിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. അവിടെ നിന്ന് മോഷ്ടിച്ചതിൽ 5 ലക്ഷം രൂപ ഇതിനോടകം ചിലവഴിച്ചതായും പ്രതി പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. ബാക്കി തുക 10 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. അത് ബാങ്കിൽ നിന്ന് കൊണ്ടുപോയ 5 ലക്ഷത്തിന്റെ വീതമുള്ള കെട്ട് തന്നെയാണ് എന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് പിടിച്ചെടുത്ത പണം ഈ ബാങ്കിൽ നിന്ന് കൊണ്ടുപോയതാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഹാഷ്മി, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് പോലീസിന് ഇയാളുടെ സ്കൂട്ടർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണം, അതായത് ഈ CCTV ദൃശ്യത്തിൽ കണ്ട സ്കൂട്ടർ അത് ഈ മേഖലയിലേക്കാണ് പോയത് എന്നതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് നടത്തിയ അതിസമൃദ്ധമായ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ പ്രതി പിടിയിലായിരിക്കുന്നത്. പോലീസ് പറയുന്നത്, അതായത് ഇന്ന് വ്യാപക തിരച്ചിലാണ് ഈ മേഖലയിൽ നടത്തിയത്. അങ്ങനെയാണ് ഇയാൾക്ക് ഈ സ്കൂട്ടർ ഉണ്ടെന്ന് സംശയം തോന്നുന്നതും പോലീസ് ഇയാളുടെ ശരീരശൈലി അടക്കം ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഇയാളാണ് പ്രതി എന്ന് പോലീസിന് ഉറപ്പിക്കാൻ കഴിയുന്നത്. അതിന് ചില ഡിജിറ്റൽ തെളിവുകളും നിർണായകമായി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇയാളുടെ ടവർ ലൊക്കേഷനുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടും പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് വിവരം പുറത്തു വരുന്നുണ്ട്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ പ്രതിയെ വീട്ടിലെത്തി വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് പ്രതി പറയുന്നത് തനിക്ക് കടബാധ്യത ഉണ്ടായിരുന്നു. ആ കടബാധ്യത നീക്കുന്നതിന് വേണ്ടിയാണ് എങ്ങനെയായാലും 15 ലക്ഷത്തിന് മുകളിൽ വില ഉണ്ടാവുമല്ലോ. ഈ വീടിന് എത്രയാണെങ്കിലും 15 ലക്ഷത്തിന് മുകളിൽ മതിപ്പുണ്ടാവുമല്ലോ. ഇത് വെച്ച് ലോൺ എടുക്കലോ ഒക്കെ ചെയ്യാമല്ലോ. ഇത് അസാധ്യമായ വീടല്ലേ, വലിയ വീടല്ലേ. ഈ വീട് ഇയാൾ സ്വന്തമാണെങ്കിൽ അയാൾ സമ്പന്നനാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്തരത്തിലൊരു വലിയ വീടിൻ്റെ ഉടമ ബാങ്കിലേക്ക് കവർച്ച നടത്തുക, അവിടുന്ന് 15 ലക്ഷം രൂപ കടം വീട്ടാൻ വേണ്ടി എടുക്കുക എന്നൊക്കെ പറയുന്നത് പോലീസ് മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ സൂരജ്? ഹാഷ്മി, ഈ വീട് ഇയാളുടെ ആണെങ്കിൽ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീടിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നാൽ, അതായത് ഒരുപക്ഷെ ഇയാൾ പറയുന്നത് വലിയ കടമുണ്ട് എന്നുള്ളതാണ്, അതായിരിക്കാം ഇതിലേക്ക് നയിച്ചതെന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. അതായത് ബാധ്യതകൾ തീർക്കാനുള്ള ഒരു എളുപ്പമാർഗം എന്ന തരത്തിൽ ഈ 15 ലക്ഷം രൂപ ഈ ബാങ്കിൽ നിന്ന് കവർന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഹാഷ്മി, ഈ പണത്തിൽ 5 ലക്ഷം രൂപ ചിലവാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പണം കൂടി എന്തിനു വേണ്ടി 15 ലക്ഷത്തിൽ 10 ലക്ഷം കണ്ടെടുത്തിരിക്കുന്നു. ആശാരിപ്പാറ സ്വദേശി റിജു ആനന്ദ് ചാലക്കുടിക്കാരൻ തന്നെയാണ്, ബാങ്കിനടുത്തുള്ള ആളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ.